നമ്മൾ ആദിലാനോറുടെ വിഷയം സംസാരിച്ചായിരുന്നു. അതുപോലൊരു വിഷയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, നിവിൻ്റെ സെക്ഷുവാലിറ്റി. നിവിൻ എന്ന് പറയുന്നത് ഒരു സൈഡഭാവമുള്ളൊരു പുരുഷനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സെക്ഷുവാലിറ്റി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. നമുക്കതറിയേണ്ട കാര്യമില്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഷാനവാസ് പറയുന്ന അദ്ദേഹം തെറ്റായ രീതിയിൽ അദ്ദേഹത്തെ സ്പർശിക്കുന്നു. പക്ഷേ അത് അയാൾ എതിർക്കുകയും ചെയ്യുന്നുണ്ട്, നിവിൻ അത് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശരിയല്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. നിവിൻ മാത്രമല്ല, പ്രവീൺ ഇപ്പോൾ വെളിയിറങ്ങിയിട്ടും പറയുന്നുണ്ട് എനിക്ക് ചെറിയ ബാഡ് എക്സ്പീരിയൻസ് വരുന്നുണ്ട് നിവിൻ്റെ ഭാഗത്തു നിന്ന്. അത് നമുക്കൊന്ന് നോക്കിയാലോ എന്തായിരിക്കും കാരണമെന്ന്. നിവിൻ ശരിക്കും പറഞ്ഞാൽ ഗേ ആണോ ഇല്ലെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ ഗേസ് എന്ന് പറയുന്ന ആൾക്കാർ എല്ലാവരോടും സെക്ഷുവാലിറ്റി മറ്റേ തൻ്റെ ഒരു എന്തായിരുന്നു ഫിസിക്കൽ നീഡ്സ് പ്രകടിപ്പിക്കുന്ന ആൾക്കാരൊന്നും അല്ല. ഇപ്പോൾ ആണുങ്ങൾ അങ്ങനെയാണോ? ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരിക്കാം എന്ന് പറയാൻ എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെയാണ് ആണുങ്ങൾ കാണുന്നത്? അല്ലല്ലോ. പെണ്ണുങ്ങളായിട്ട് കാണാറുണ്ട്, അമ്മയായിട്ടും കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാവരും സെക്ഷുവാലിറ്റി അങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ ആദിലാന്ന് പറയാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അവർക്കൊരു പ്രണയം തന്നെയാണ്. പക്ഷെ അത് സ്വന്തം ജെൻഡറിലുള്ള ആൾക്കാരോട് തന്നെ പ്രണയം വരുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ കാണുന്ന എല്ലാവരോടും അത് പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗക്കാരൊന്നും അല്ല അവർ. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ നിവിൻ്റെ ഭാഗത്ത് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ഇവനൊരു ബോർഡറുണ്ട്. എല്ലാത്തിനും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ബോർഡറുണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് ഇഷ്ടമല്ല എങ്കിൽ അത് തെറ്റാണ്. ഇപ്പോൾ പെണ്ണിനെ സ്പർശിക്കാൻ പാടില്ലെന്ന് പറയത്തില്ലേ, അതുപോലെ ആണിനെ സ്പർശിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ അത് തന്നെയാണ് കാര്യം. ദൈവം പോയി ഹഗ് ചെയ്യുന്നു, കാലെടുത്ത് മേത്തിടുന്നു, അദ്ദേഹത്തിന് ഇഷ്ടമല്ല എങ്കിൽ അത് അയാളുടെ തന്നെ തെറ്റാണ്, നിവിൻ്റെ തന്നെ തെറ്റാണ്. അദ്ദേഹം പല പ്രാവശ്യം പറയുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്തോ പറയുന്നു ഒരു ബോർഡർ ക്രോസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പല പ്രാവശ്യം. കാരണം ഇവരൊന്നും വർഷങ്ങളുടെ ബന്ധമുള്ള ആൾക്കാരല്ല, ആകെ 50 ദിവസമായിട്ടുള്ളൂ. അവർക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഇന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്, തമാശയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് അദ്ദേഹം പെണ്ണുങ്ങളോടും ആണുങ്ങളോടും കാണിക്കുന്നുണ്ട്. പലരും അവിടെ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട് നിവിൻ്റെ ഒരു ബിഹേവിയർ ഒന്നും കറക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ. അപ്പം സ്വന്തമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കാര്യത്തെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ അത് മര്യാദയ്ക്ക് മാന്യമായിട്ട് പെരുമാറി അത് കറക്റ്റായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പം നിവിനെ അത് ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിവിൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറയുന്നത് ആ ഒരാൾക്ക് അത് ഇഷ്ടമല്ല, നോ എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നോ എന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്.